الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏറ്റവും ഉന്നതരായ വിശ്വാസികൾ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകൾ ലോകചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിരുന്ന കാലത്ത് ആ സഹാബികളെ ജീവിച്ചിരുന്ന കാലത്ത് അവരോട് അല്ലാഹു പറയാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെടാൻ, അല്ലാഹുവിനെ ഓർക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? ഈ ചോദ്യം ആദ്യമായി ചോദിക്കുന്നത് സഹാബികളോടാണ്, വിശ്വാസികളെ വിളിച്ചിട്ടാണ്.
റമദാനൊക്കെ എത്തുന്നതിന് മുമ്പ് സലഫു സാലിഹീങ്ങളുടെ ചര്യയാണ് റമദാനിനെ കുറിച്ച് വിശ്വാസികളോട് ഉണർത്തുക എന്ന് പറയുന്നു. എല്ലാ കാലങ്ങളിലും സലഫു സാലിഹീങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങളായിരിക്കും, വീണ്ടും അത് ഉണർത്തുക. ചിലത് നമ്മുടെ അശ്രദ്ധയിൽ പെട്ടുപോയ കാര്യങ്ങളുണ്ടാവും, നമ്മുടെ ശ്രദ്ധയിലേക്കും ജാഗ്രതയിലേക്കും അത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക. വിശ്വാസി സമൂഹത്തെ വിളിച്ചിട്ട് വിശ്വാസി സമൂഹത്തിൽ ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിൽ ഏറ്റവും നല്ല നൂറ്റാണ്ട്, തലമുറയിൽ ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ അടക്കം സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് അന്ന് പറയാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ച് പറയണത്, ഇത് ഖുർആൻ ഇറങ്ങി തുടങ്ങി അധിക കാലമാവാത്ത ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാം. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, വിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, ഖുർആൻ നിന്ന് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, ഖുർആനിനെ പഠിക്കുക, ഖുർആനിനെ മനസ്സിലാക്കാനും സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ് എന്ന് പറഞ്ഞ ഖുർആനാണ്. വലാ യകൂനു കല്ലദീന, നിങ്ങൾ ആവരുത്, അവരാകാൻ പാടില്ല. ആരെപ്പോലെ? കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെപ്പോലെ. അവർക്ക് സംഭവിച്ചത് എന്താണ്? ഫതാല അലൈഹിമുൽ അമദ്, കാലം കുറെ നീണ്ടുപോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോയി. എന്ത് നല്ല കാര്യം പറഞ്ഞാൽ ഏശാത്ത വിധം ഹൃദയം കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും അധർമ്മകാരികളാണ്, തമ്മാടികളായിപ്പോയി. ഇതേപോലെ നിങ്ങൾ ആവരുത്. ആവാതിരിക്കാൻ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്ന്, അള്ളാഹുവിനെ ഓർക്കണം, ഖുർആനിനെ നിങ്ങൾ അക്ഷരം പ്രതി അംഗീകരിക്കണം. അപ്പൊ സത്യവിശ്വാസികളിൽ ഏറ്റവും ഉത്തമമായൊരു തലമുറയെ വിളിച്ച് അള്ളാഹു ഇത് ജാഗ്രതയോടുകൂടി കാണണമെന്ന് നിർദ്ദേശിച്ച കാര്യം നമ്മളും വളരെ ഗൗരവത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. നന്നാവാൻ സമയമായില്ലേ എന്ന് പറഞ്ഞാൽ നന്നാവാനുള്ള സമയങ്ങളുള്ളത് സലഫു സാലിഹ്യങ്ങൾ പറയുന്നത്, ആഖിറത്തിന് അള്ളാഹു ഒരു കലണ്ടർ നിശ്ചയിക്കുകയായിരുന്നെങ്കിൽ അതിൽ ഒന്നാമത്തെ മാസം റമളാനും അവസാനത്തെ മാസം ശഅബാനുമായിരിക്കും. ദുനിയാവിലുള്ള കലണ്ടർ അങ്ങനല്ല. ദുനിയാവിലുള്ള കലണ്ടറിൽ ചന്ദ്രമാസ പ്രകാരം 10ാമത്തെ മാസമാണ് റമളാൻ. ആഖിറത്തിനൊരു കലണ്ടർ അള്ളാഹു നിശ്ചയിക്കുകയായിരുന്നെങ്കിൽ ആ കലണ്ടറിൽ ഒന്നാമത്തെ മാസം റമളാനാണ്, കണക്കെടുപ്പിന്റെ മാസം ശഅബാനുമായിരിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം അൻ-നഖഈ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നത്, റജബ് എത്തിയാൽ പൂർവസൂരികളായ ആളുകൾ, തബഅത്താബീങ്ങളായ ആളുകൾ റമളാനിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. റജബ് വിത്തിറക്കുന്ന മാസവും ശഅബാൻ നനച്ചു കൊടുക്കുന്ന മാസവും റമളാൻ വിളവ് കൊയ്യുന്ന മാസവുമായിട്ടാണ് താബിഈങ്ങളും തബഅത്താബീങ്ങളും മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ റമളാനുള്ള ഒരുക്കം വളരെ നേരത്തെ സത്യവിശ്വാസികളുടെ ലക്ഷണമാണ്. അടുത്ത ആഴ്ച റമളാൻ ആവാൻ പോവാണ് എന്ന് പറഞ്ഞാൽ 4-5 ദിവസമാണ് നമ്മുടെ മുന്നിൽ റമളാനെ വരവേൽക്കാനും സ്വീകരിക്കാനുമുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി റമളാനെ സ്വീകരിക്കേണ്ട ഏറ്റവും അവസാനത്തെ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. 2 മാസം മുമ്പ് പൂർവസൂരികൾ റമളാനെ സ്വീകരിക്കാനുള്ള ഒരുക്കം നടത്തുമെന്നാണ്. ആ റമളാൻ ഒരുക്കാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. അള്ളാഹു അതിന് തെരഞ്ഞെടുത്ത മാസമാണ് റമളാൻ. റമളാന് സ്വന്തം നിലക്ക് ശ്രേഷ്ഠതകളുണ്ട്. രണ്ടാമത്തെ ശ്രേഷ്ഠത ഖുർആന്റെ ശ്രേഷ്ഠതയും ഉണ്ട്. റമളാനിന് ശ്രേഷ്ഠത ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. റമളാനിന് ശ്രേഷ്ഠത ഉണ്ട്.
അതുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങാൻ ആ മാസം അള്ളാഹു തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇബ്നു കസീർ പറയുന്നത് മുൻ കിതാബുകൾ, ഹദീസുകൾ കാണാൻ കഴിയും. മുൻ വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിനെ ഇറക്കി എന്ന് നമുക്ക് പറഞ്ഞ ഇഞ്ചീല്, തൗറാത്ത്, സബൂർ എല്ലാം അള്ളാഹു ഇറക്കിയത് റമദാനിലാണ്. ഖുർആൻ മാത്രമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ചില പ്രത്യേകതകൾ, ആ പ്രത്യേകതകളുള്ള ആ ഹുർമത്തുള്ള മാസത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഒന്നാമത്, റമദാൻ അള്ളാഹുവിന്റെ അതിഥിയാണ്. ആരെങ്കിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നെങ്കിൽ അവൻ അതിഥി ആദരിക്കട്ടെ. അള്ളാന്റെ അതിഥിയാണ് റമദാൻ. റമദാനെ നമ്മൾ ആദരിക്കണം, റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ മനുഷ്യന്മാര് അതിഥിയായി വന്നാൽ അവർക്ക് അത്യാവശ്യം നല്ല ഭക്ഷണവും താമസ സൗകര്യമൊക്കെയാണ്. റമദാൻ അത് ആവശ്യമില്ല. ഇല്ല, റമദാൻ ആവശ്യമുള്ള നമ്മളെപ്പോലൊരു അതിഥിയാണ് റമദാൻ വിചാരിച്ചിട്ട് മാക്സിമം കരിച്ചതും പൊരിച്ചതും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് റമദാനെ സ്വീകരിക്കുക അല്ല. റമദാൻ ഒരു ആത്മീയ അതിഥിയാണ്, അള്ളാന്റെ അതിഥിയാണ്. അപ്പൊ ആ അതിഥിയെ നമ്മൾ സ്വീകരിക്കേണ്ടതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. കാരണം ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ റമദാനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ റമദാനിലെ കടന്നുപോയിട്ടുള്ളത്. കാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി റമദാനെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഉമ്മത്തിനൊരു ചിട്ടവട്ടങ്ങൾ അതിലുണ്ട്. അതിൽ സാലിഹീങ്ങളായ ആളുകൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിച്ചത്? ഒന്നാമത്, റമദാനിനു വേണ്ടി അവർ പ്രാർത്ഥിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രാർത്ഥന എനിക്ക് സ്വീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠ ഇല്ല, അതിലൊരു ബേജാറൊന്നും എനിക്കില്ല. പക്ഷെ എന്റെ ബേജാർ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള കാര്യത്തിലാണ്. പ്രാർത്ഥിക്കാനുള്ള തൗഫീക്ക് വേണം. ദ്വാരക്കാൻ തൗഫീക്ക് മനുഷ്യൻ കൊടുക്കണം. നമ്മൾ ദ്വാരക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയില്ലേ? പക്ഷെ പ്രാർത്ഥിക്കാനൊരു തൗഫീക്ക് മനുഷ്യനുണ്ടാവണം, എന്നാലേ മനുഷ്യൻ പ്രാർത്ഥിക്കുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യന്മാരെന്ത് ചെയ്യും? ജീവിച്ചു പോവാൻ, ചോദിക്കൂല. ചോദിക്കാൻ പടച്ചോൻ തൗഫീക്ക് തരണം. മനുഷ്യരിൽ ഏറ്റവും അശക്തനായ ആൾ, ദുർബലനായ ആൾ അള്ളാഹുവിനോട് ചോദിക്കാത്തവരാണ്. അള്ളാഹിനോട് ചോദിക്കാൻ മടിയുള്ള, ചോദിക്കാൻ ഒരു പ്രത്യേക തൗഫീക്ക് വേണം. ദുഹറാവുമ്പോ അസറിന് ആവട്ടെ എന്ന് വിചാരിക്കും, പകലാവുമ്പോ രാത്രി ആവട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ചോദിക്കൂല, ചോദിക്കാൻ. അതുകൊണ്ട് റമദാനിൽ എത്തണമെന്നും റമദാനിന്റെ നന്മകൾ കരഗതമാക്കണമെന്നും കരുതി അതിന് പ്രത്യേകം പ്രാർത്ഥിക്കൽ സാലിഹീങ്ങളുടെ ചര്യയാണ്. ഒന്നാമത്, റമദാനെ സ്വീകരിക്കേണ്ടത് റമദാനിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പൊ റമദാൻ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയാണ്, ചോദിക്കൂ ഞാൻ ഉത്തരം നൽകാം. ചോദിക്കൂ ഞാൻ ഉത്തരം നൽകാം. ചോദിച്ചാലേ ഉത്തരം നൽകുള്ളൂ, ചോദിച്ചില്ലെങ്കിൽ ഉത്തരം നൽകില്ല. അപ്പൊ റമദാനിന് വേണ്ടി സ്വീകരിക്കാൻ നമ്മൾ റമദാന് പഠിച്ചോനെ റമദാൻ എത്താനുള്ള തൗഫീക്ക് തരണം. റമദാനിൽ കൂടുതൽ അമലു സ്വാലിഹാത്തുകൾ ചെയ്യണം, അതിനുള്ള തൗഫീക്ക് നൽകണമെന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ടാമത്, ഇഖ്ലാസോടുകൂടി റമദാനെ സ്വീകരിക്കുക. നിഷ്കളങ്കമായ മനസ്സ്, പോര്, അസൂയ, കുനിട്ട്, കുശുമ്പ്, സകലമാന ജീർണതകളുമുള്ള മനസ്സുമായി റമദാനെ സ്വീകരിക്കാതിരിക്കുക. ഇഖ്ലാസോടുകൂടി റമദാനെ സ്വീകരിക്കുക. നിഷ്കളങ്കമായ മനസ്സോടുകൂടി നോമ്പിനെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? ഇടപാട് ക്ലിയർ ആവണം, ബന്ധങ്ങൾ ക്ലിയർ ആവണം. നോമ്പാണതിന് മുമ്പ് എല്ലാ ബന്ധുവീട്ടിലൊക്കെ പോയിട്ടൊന്ന് പൊരുത്തപ്പെടിക്കുക. നോമ്പ് കഴിഞ്ഞിട്ടേ ഹജ്ജുള്ളൂ, പക്ഷെ ഹജ്ജിന് പോകുമ്പോൾ കാറിലൊക്കെ പോയിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. നോമ്പാണല്ലോ പ്രധാനം. അപ്പൊ ആളുകളായിട്ട് തെറ്റി പിണങ്ങി, ആളുകൾ അവകാശം കവർന്നെടുത്ത് അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ട് പട്ടിണി കിടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നോമ്പിന് ഒരാഴ്ച സമയമുണ്ട്, അല്ലെങ്കിൽ 3-4 ദിവസം സമയമുണ്ടെങ്കിൽ വിശുദ്ധ റമദാനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ബന്ധുവീടുകളിൽ സന്ദർശിക്കുക. എന്നിട്ട് ഹദിയൊക്കെ കൊടുക്കുക. എന്തെങ്കിലും കാരണങ്ങളാൽ ദീർഘകാലം ബന്ധം നിലനിൽക്കാത്ത മനുഷ്യന്മാരുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, സഹപ്രവർത്തകരുണ്ടാവും, അവരൊക്കെ ഒന്ന് വിളിക്കുക. നോമ്പാണ് വരാൻ പോകുന്നതെന്ന് ഉണർത്തുക. സാധിക്കുമെങ്കിൽ ബന്ധങ്ങൾ ചേർക്കാൻ ഏറ്റവും നല്ലത് ഹദിയയാണ്. ഒരു മനുഷ്യൻ നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് ഹദിയയാണ്. കാരണം റസൂലുള്ളാഹിന്റെ സമ്പാദ്യം ഹദിയായിരുന്നു, ആളുകൾ കൊടുക്കുന്നതായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി.
അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അപ്പൊ ബന്ധങ്ങൾ ചേർക്കാനും ബന്ധങ്ങൾ സന്ദർശിക്കാനും പിണക്കങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നോമ്പിനെ കൊണ്ടുവരിക. പെങ്ങന്മാരുണ്ടാവും, ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും, വെളാപ്പ മൂത്താപ്പന്മാരുണ്ടാവും, അമ്മാവന്മാരുണ്ടാവും. ഉമ്മാന്റെ ഉപ്പാന്റെ ബന്ധങ്ങളാണ് ഏറ്റവും അടുത്ത ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ആ ബന്ധങ്ങൾ നമ്മൾ രക്തബന്ധം എന്ന് പറയുന്ന ബന്ധം, അതിൽ ഒരു എന്തെങ്കിലും അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ ഒരാൾ ഉണ്ടാക്കിയാൽ അയാളുടെ എല്ലാ കർമ്മങ്ങൾക്കും അത് ബാധകമാണ്. അത് ഹജ്ജിന് മാത്രമേ ബാധകമുള്ളൂ എന്ന് ചില ആളുകൾ വിശ്വസിച്ച് തിരിച്ചു പോയതാണ്. നിസ്കാരത്തിന് വരെ അത് ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മൾ റമദാനിനെ സ്വീകരിക്കാം. അതിൽ ബന്ധങ്ങൾ വളരെ പ്രധാനം. എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ നോമ്പിനെ, മൂന്നാമത്തെ കാര്യം നോമ്പിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം, ഇൽമുണ്ടാവണം. ഏത് അനുഷ്ഠാനം ഒരു വിശ്വാസി ചെയ്യുമ്പോഴും എന്താണ് നിസ്കാരം, എന്താണ് നോമ്പ്, എന്താണ് സക്കാത്ത്, എന്താണ് ഹജ്ജ്, ആ കാര്യങ്ങളെക്കുറിച്ച് ശറഈയായ അറിവുണ്ടായിരിക്കും. നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്താണ്, നോമ്പിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നോമ്പിനെ നിലനിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന അറിവുണ്ടാവണം. അറിവില്ലാത്തൊരു ഒരു വിശ്വാസി ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യനത് ഒരു ഉഴുതിറല്ല. ഒരൊറ്റ നോമ്പിനെ അറിവില്ലായ്മ ഉഴുതിറുണ്ടാവുള്ളൂ, രണ്ടാമത്തെ നോമ്പിന് അതില്ല. അതുകൊണ്ട് ഏത് കർമ്മവും അതിന്റെ ചൈതന്യത്തോടുകൂടി നിർവഹിക്കണമെങ്കിൽ അതിന് ചില ഫ്രെയിമുണ്ട്. അത് വളരെ കൃത്യമായിരിക്കണം. ആ കൃത്യതയോടുകൂടി അത് നിർവഹിക്കാനുള്ള അറിവും ജ്ഞാനവും നേടിയെടുക്കും. മൂന്നാമത്തെ കാര്യം ഇൽമുണ്ടാവണം. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അൽ ഇൽമു ഖബ്ലൽ അമൽ, അമലിന്റെ മുമ്പുണ്ടാവേണ്ടത് ഇൽമാണ്, വിവരമാണ്. അപ്പൊ റമദാൻ എന്താണ് എന്നതിനെ കുറിച്ച്, സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ സക്കാത്തിനെ കുറിച്ച് വിവരം ഉണ്ടാവണം. വിവരമില്ലെങ്കിൽ വിവരമില്ല ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. ശറഈയായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങളിൽ നിർബന്ധമാണ്. അതുപോലെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. എല്ലാ സമയത്തും നിർബന്ധമാണ് കുടുംബ ബന്ധങ്ങൾ. ഒരു ഫാമിലി പ്ലാനിങ് നോമ്പിനുണ്ടായിരിക്കണം. അവനാ മാത്രം രക്ഷപ്പെട്ടാ പോരാ. നിങ്ങൾ മാത്രം തറാവീഹ് നിസ്കരിക്കുക, നിങ്ങൾ മാത്രം തഹജ്ജുദ് നിസ്കരിക്കുക, നിങ്ങൾ മാത്രം ഖതമുൽ ഖുർആൻ നടത്തുക, വീട്ടിലെ ആൾക്കൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാതിരിക്കുക. അത് ശരിയല്ല. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞെന്താണ്, ജദ്ദ വശദ്ദൽ മിഅ്സർ, നബി സ്വന്തം ഒരുങ്ങും, അഹ്ലുകാരെയും ഒരുക്കും. ഇപ്പൊ നോമ്പാണ് വരാൻ പോണത്, വീട്ടിലെല്ലാരും ഒന്ന് വിളിക്കുക, ഒരു ഗ്രഹയോഗം ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. നോമ്പ് വരാൻ പോവാണ്, അതിനുള്ള ആരാധനകളുടെ ക്രമീകരണവും അതിന്റെ പുണ്യവും കിട്ടാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തുക. ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ പഠിക്കണ മക്കളെ അവരൊക്കെ വിളിക്കുക. അത് നോമ്പ് വരാൻ പോവാണ്, അതിന്റെ ക്രമീകരണങ്ങൾ എന്താണ്, അത്താഴത്തുള്ള ക്രമീകരണം എന്താണ്, തറാവീഹിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ്, ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങളും വായിക്കാനും പാരായണം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ, ഗൾഫിലുള്ള മക്കളൊക്കെ വിളിക്കുക. ചില വാപ്പാരുണ്ട്, മക്കളിങ്ങനെ വിവാഹമൊക്കെ കഴിച്ചാൽ പിന്നെ പോലെ കാര്യം ഞാൻ നോക്കലില്ല എന്ന് അഭിമാനത്തോടു കൂടി പറയാം. അതൊന്നുമില്ല, അതൊന്നും ഒരു അഭിമാനമുള്ള കാര്യമൊന്നുമില്ല. മക്കൾ എപ്പോഴും മക്കളാണ്. ഏറ്റവും മക്കളെല്ലാ കാര്യത്തിലും ഉണർത്തൽ വാപ്പാക്ക് ബാധ്യതയാണ്. ഒന്ന് നോക്കല് ബാധ്യതയുള്ള കാലം ഉണ്ടാവും, ഉണർത്തൽ എല്ലാ കാലത്തും ബാധ്യത. നിസ്കരിച്ചോ എന്ന് ചോദിക്കല് പെണ്ണെട്ടി കുട്ടികളുള്ള മകനോടും വാപ്പാക്ക് ബാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണർത്തുക, മക്കളൊക്കെ വിളിക്കുക, നോമ്പാണ് വരാൻ പോണ മോനെ, അതിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നീയും കുടുംബവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വാപ്പ ചോദിക്കണം. ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആത്മീയമായ കാര്യങ്ങളിൽ പരസ്പരം അന്വേഷിക്കുക. അതാണ് വതവാസൗ ബിൽ ഹഖ് എന്ന് പറയുന്നത്. നാട്ടുകാരോട് മാത്രം പോരാ, ബന്ധങ്ങളിലും കുടുംബങ്ങളിലും അതുണ്ടാവണം. അപ്പൊ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഏറ്റവും ഫാമിലി പ്ലാനിംഗ് ഉണ്ടാവുക. ഏതൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കാൻ പറ്റുന്നത്, അതിന്റെ ഭാഗമാണ് സമയക്രമീകരണം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഉള്ളതുപോലെ നോമ്പിന് ചില കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. നോമ്പില് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെ നോമ്പിനുള്ളൂ, പക്ഷെ എല്ലാം കൂടുതൽ ചെയ്യാന്നുള്ളതാണ് റമദാനിനെ സ്വീകരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനം. എല്ലാ കാര്യം, ദാനധർമ്മങ്ങൾ നേരത്തെ ഉള്ളതാണ്, നിസ്കാരം നേരത്തെ ഉള്ളതാണ്, ഒന്നും പുതുതായിട്ടൊരു കാര്യമില്ല. ആകെയുള്ള കാര്യം നോമ്പ് എന്നുള്ള കർമ്മം മാത്രമാണ്. എല്ലാ കാര്യങ്ങളും അധികം ചെയ്യാന്നുള്ളതാണ് റമദാനിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അധികം ചെയ്യാൻ എന്ത് വേണം, സമയം വേണം. വീട്ടില് നമുക്ക് ആണുങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണമൊക്കെ ഉണ്ടാവും, മെനു ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും.
ഇന്നത് മധുരമുള്ളത് മധുരമില്ലാത്ത, ചൂടില്ലാത്ത ഇങ്ങനെ ചിട്ടൊക്കെ ഉണ്ടാവും. സ്ത്രീകൾക്ക് അത് പൊതുവെ ആളുകൾ നിശ്ചയിച്ചു കൊടുക്കാറില്ല. എന്നിട്ട് ഒരു വീട്ടിൽ 5 ആള് നോമ്പുറക്കാണ്ടെങ്കിൽ 5 മെനു ആണ് വീട്ടിൽ. ഇതാരുണ്ടാക്കണം? വീട്ടിലുള്ള ആളുണ്ടാക്കണം. അവർക്ക് കൃത്യമായിട്ട് മഗ്‌രിബ് നിസ്കരിക്കാനുള്ള സമയം ഇല്ല. തറാവീഹിന് പള്ളിയിൽ വേദാലും വരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി തിരുമേനി മരണം വരെ അവസാനത്തെ 10 മദീന പള്ളിയിൽ ഇഴ്തികാഫിരുന്നു. നബി തിരുമേനിയുടെ കൂടെ ഞങ്ങളും ഇരുന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഞങ്ങളെ ആ ചര്യ നിലനിർത്തിക്കൊണ്ടുപോന്നു. 10 ദിവസം പള്ളിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ആണിനും പെണ്ണിനും പള്ളിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ അതിനുള്ള ക്രമീകരണം ഉണ്ടാവും. 10 ദിവസം എഴുത്തിക്കാഫൊന്നും ഇരുന്നില്ലെങ്കിലും റമദാനിൽ നമുക്ക് കിട്ടേണ്ട അധിക പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ വീട്ടിലൊരു പ്ലാനിംഗ് ഉണ്ടാവണം. നമ്മുടെ മെനുവിന്റെ കാർക്കശ്യം കാരണം, അല്ലെങ്കിൽ വലിയ വലിയ മാമാങ്കങ്ങൾ പരിപാടികൾ നടത്തി അതിന്റെ ഭാരം കാരണം വീട്ടിലുള്ള ആളുകൾക്ക് നിസ്കാരവും ദിക്റും ഖുർആൻ പാരായണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. അതിന്റെ ഉത്തരവാദി നമ്മളായിരിക്കും. ആ വീട്ടിൽ അധികം നോമ്പുറക്കാൻ പോയ ആളുകളായിരിക്കും. നമ്മള് 4-5 സമൂസയും കട്ട്ലറ്റും മറ്റൊക്കെ കഴിച്ചിങ്ങനെ പോരുമ്പോ ഈ കട്ട്ലറ്റ് കൊണ്ട് ഒരാളെ തറാവി നഷ്ടപ്പെട്ട അതിന്റെ പാപം കൊണ്ടാണ് ഈ കട്ട്ലറ്റ് പോരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലൊക്കെ ക്രമീകരണങ്ങൾ നടത്തുക. നോമ്പ് തുറപ്പിക്കൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് തുറപ്പിക്കാൻ പുണ്യമുള്ള കാര്യമാണ്. ചെറുതാക്കുക. അതുകൊണ്ട് മനുഷ്യന് നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഇഫ്താറു സായിം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ ക്രമീകരണം വെച്ചോ. 100 ആളെ വിളിക്കണങ്ങൾ 10 ദിവസമായിട്ട് വിളിച്ചോളി, ചെറുതാക്കി കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ അതിന് സമയക്രമീകരണം നടത്തുക. ആ സമയക്രമീകരണം നടത്തുക. അതുപോലെ തന്നെ റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നന്മ മുളപ്പിക്കുന്ന മഴയാണ്. നന്മ മനുഷ്യന്റെ മനസ്സിൽ എവിടെങ്കിലും ഒരു വിത്തുണ്ടാവും. മനുഷ്യന്റെ മനസ്സ് അല്ലാഹു സൃഷ്ടിച്ചപ്പോ ഫുജൂറുണ്ട്, തഖ്വയുണ്ട്. കേട് വന്നത് ഇതിലുണ്ട്, നല്ലതുണ്ട്. ഏതിനാണ് വെള്ളം പാർന്ന് നനക്കുന്നത് അത് വളരും. അപ്പൊ റമളാൻ എന്ന് പറയുന്ന മഴ നമ്മളെ തഖ്വ വർദ്ധിപ്പിക്കാനാണ്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യന്റെ മനസ്സ് അല്ലാഹു കൽബ് സൃഷ്ടിച്ചപ്പോ തഖ്വയും തമ്മാടിത്തരവും അതിലുണ്ട്, നന്മയിലുണ്ട്. ഒരു മഴ ഇങ്ങനെ തന്ന് നിങ്ങളെ കയ്യിൽ വെള്ളം തന്നിരിക്കുകയാണ് നനക്കാൻ. ഏതിന് നനക്കണം? തഖ്വക്ക് നനക്കണം. അപ്പൊ ആ തഖ്വ നനക്കണം. അപ്പൊ തഖ്വ വളരും, വികസിക്കും. നനഞ്ഞ മണ്ണാണ്. മനുഷ്യനെല്ലാവരുടെയും മനസ്സിൽ എന്തുണ്ട്? ഇത് രണ്ടുണ്ട്. എത്ര വൃത്തികെട്ട ആളുടെ മനസ്സിലും ഇത് രണ്ടുണ്ട്, 2 വിത്തുണ്ട്. ഇല്ലേ? ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിന്റെ മകൻ ഇസ്ലാം സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത്ര വൃത്തികെട്ട മനുഷ്യനായിരുന്നു ഒരാൾ. ആ ആളെന്താണ്? ലൗകാന ബഅദീ നബിയ്യുൻ ലകാന ഉമറുൽ ഖത്താബ്. ഉണ്ട്, ആളുടെ മനസ്സിൽ ഈ വിത്തുണ്ട്. എല്ലാ മനുഷ്യന്റെ, എത്ര വൃത്തികെട്ട മനുഷ്യന്റെ. നമ്മൾ ഏതിന് നനക്കുന്നു എന്നതാണ്. നനക്കാൻ വേണ്ടി പടച്ചോൻ തന്ന തീർത്ത ജലമാണ് റമളാൻ. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ ഈ ആളുകള് ചികിത്സക്കൊക്കെ 14 ദിവസം 21 ദിവസം മിനിമം 3 ദിവസം എന്നൊക്കെ വെക്കണം. എന്തുകൊണ്ടാണ്? ഒരു കാര്യം ചര്യയാവണമെങ്കിൽ ഈ ദിവസം വേണം. ഹാബിറ്റ്സ് ആയി വേണമെങ്കിൽ മിനിമം ഒരാൾ 21 ദിവസം അത് പരിശീലിക്കണം എന്നാണ്. അത് ചര്യയാക്കുക. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അത് ചര്യയായി പോകാനുള്ള പരിശീലനങ്ങൾ നമ്മൾ നടത്തണം. എപ്പോഴും നമുക്കൊരു ആദി വേണം. അതാണ് റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈമാനും ഇഹ്തിസാബും ഉണ്ടാവുക. മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ മൻ സാമ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പിനെ സ്വീകരിക്കാൻ അയാളുടെ മനസ്സിലുണ്ടാകുന്ന 2 കാര്യം എന്താ? ഒന്ന് ഈമാനാണ്. ഈമാൻ ഉണ്ടെങ്കിലേ നോമ്പുണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഇഹ്തിസാബ്. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പടച്ചോനെ കഴിച്ചിലാവൂലേ എന്നുള്ള ആദ്യം. ഗൾഫിക്ക് പോണ ആള് പാസ്പോർട്ട് എത്ര തവണ പരിശോധിക്കും? അല്ലേ? ഈശയിലുണ്ടോ, ബാഗിലുണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ? പോകുന്ന ആളും യാത്ര അയക്കുന്ന ആൾ എപ്പോഴും ചോദിക്കല് പാസ്പോർട്ട് ഉണ്ടോ. ഈ പാസ്പോർട്ട് കയ്യിൽ വെച്ചാലും പിന്നെ മറിച്ചു നോക്കാൻ. ഈ പാസ്പോർട്ട് ഉണ്ടോ നോക്കണ ഒരു ആദി ഉണ്ടല്ലോ, ഈ ആദിക്കാണ് ഇഹ്തിസാബ് എന്ന് പറയും. ആദ്യം എപ്പോഴും ഇതിങ്ങനെ മറച്ചു നോക്കുക. ശരിയാവൂലേ, നന്നാവൂലേ എന്നുള്ള ബേജാറുണ്ടാവുക.
ഈ ബേജാറോടുകൂടി ഒരാൾ നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപം അല്ലാഹു പുറത്തു തരും. അങ്ങനെ റമദാൻ നിസ്കരിച്ചാൽ, റമദാന് പ്രത്യേക പുണ്യങ്ങളൊക്കെ ഉണ്ട്. റമദാൻ ഇപ്പൊ ഒരാൾ നന്നായി വന്നു, റമദാന് പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് വന്ന, അപ്പൊ നമ്മൾ അയാളെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മനുഷ്യൻ എപ്പോഴാണ് നന്നാവേണ്ടത് തോന്നുന്നത് അപ്പൊ നന്നാവണം, അതിന് ഉപയോഗിക്കണം. ചില ആളുകളുണ്ട്, ഇപ്പൊ അങ്ങനെ കുറെ നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, മനുഷ്യൻ എപ്പോഴാണോ നന്നാവുന്ന അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൽ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. റമദാൻ കൂടുതൽ അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ റമദാനിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റമദാൻ ഒരുങ്ങേണ്ട നോമ്പ് ബാധ്യതയായ ആളുകളുണ്ടെങ്കിൽ റമദാന് മുമ്പ് അത് നോറ്റുകൂട്ടണം. 1-2 നോമ്പ് പനി കൊണ്ടോ അസുഖം കാരണമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റമദാൻ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അത് നോറ്റുകൂട്ടണം. നോമ്പ് ബാധ്യതയായി നോമ്പിനെ സ്വീകരിക്കരുത്. അസുഖം സ്ഥിരമായ അസുഖമാണെങ്കിൽ പിന്നെ അതിന് മുദ്ദ് കൊടുത്താൽ മതി, നോമ്പനുഷ്ഠിക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ നോമ്പിന് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവണം, പ്ലാനിംഗ് ഉള്ളതുപോലെ ബഡ്ജറ്റ് വേണം. സാധാരണ രീതിയിൽ നോമ്പിന് ചെലവ് കൂടുതലാണ്. പട്ടിണി അടക്കാനാണ് ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ചെലവ് വേണ്ടത്. റമദാനിലാണ് എല്ലാവരുടെ ബജറ്റും കൂടുക, എല്ലാവരുടെ ബജറ്റും കൂടുക. റമദാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബജറ്റിൽ ഏറ്റവും നല്ല വിഹിതം ദാനധർമ്മങ്ങൾക്ക് നീക്കിവെക്കുക. നോമ്പിന് നമ്മളടുത്ത് വരുന്ന ഒരു 10 റെസിപ്റ്റ് ഉണ്ടാവും, നേരത്തെ ഉറപ്പിക്കുക, അതെന്തായാലും വരും. അതിന് നമ്മൾ ക്രമീകരിച്ചു വെക്കണം. ഒരാളോട് മുഖം കറുപ്പിച്ച് വരുന്ന ആളോട് ഇല്ലാന്ന് പറഞ്ഞ് മടക്കി അയക്കരുത്. യാതനയും മാഫിയൊക്കെ ആയി വരുന്ന ആളുകളുടെ റമദാന് പ്രത്യേകം, അതൊക്കെ നമുക്ക് മനസ്സിലാവും ആരാന്നുള്ളത്. അതല്ലാതെ റമദാനിന് വേണ്ടി നമ്മളടുത്ത് വരുന്ന ഒരാളോട് മുഖം കറുപ്പിച്ച് പെരുമാറരുത്. ദാനധർമ്മങ്ങൾ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ചെയ്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനുള്ള കമ്മി 10 ആള് വരും നമുക്ക് ആദ്യം ഉണ്ടെങ്കിൽ 10 ആൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വിഹിതം മാറ്റിവെക്കുക. അത് വിഹിതം അത് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് റമദാൻ 1-ന്റെ മുമ്പ് തന്നെ വരുമ്പോ കൊടുക്കലല്ല, നേരത്തെ തന്നെ അത് എടുത്തു വെക്കുക. ഇനി വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം എല്ലാ റമദാനിലും എന്റെ അടുത്ത് വരുന്ന ഒരാൾ, ഒരു ആവശ്യവുമായി വരുന്ന ആള് ഇപ്രാവശ്യം വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക. ഇതൊക്കെ ദാനധർമ്മങ്ങളുടെ മഹത്വം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ ഭക്ഷണത്തിന്, അതുപോലെ സൽക്കാരങ്ങൾക്ക്, അതേപോലുള്ള കാര്യങ്ങൾ നീക്കി വെക്കുന്നതിനേക്കാൾ കൂടുതൽ റമദാനിലെ ബഡ്ജറ്റിൽ ദാനധർമ്മങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നീക്കി വെക്കണം. റമദാനിലെ ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യണ മാസമാണ്. ഒരു മുഷിപ്പും നമുക്കതിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഉള്ളത് കൊടുക്കാന്നാണല്ലോ പടച്ചോൻ പറഞ്ഞത്. അംഫിക്കും ഇമ്മ റസഖ്നാക്കും, തന്നത് കൊടുത്താൽ മതി, തന്നിട്ടിലേക്ക് കൊടുക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. തന്നത് കൊടുക്കുക. അതുകൊണ്ട് നമ്മള് ഉണ്ടാവുക. മറ്റൊന്ന് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുക. ആഗ്രഹം എന്ന് പറഞ്ഞാൽ നന്നാവാനുള്ള ആഗ്രഹം ഉണ്ടാവും. നമ്മൾ എന്തിനാണ് ഈ സലഫുസ്സാലിഹ്യങ്ങളുടെ കഥ, സഹാബികളുടെ കഥ, ഒരു മുസ്ലിം താരീഖ് പഠിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നന്നാവാൻ അവനെ പ്രചോദിപ്പിക്കുക എന്നുള്ള. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാൻ നമ്മൾ എന്ത് ചെയ്യാ? പരിശ്രമിക്കുക. ഇബ്രാഹിം ഇബ്നു അദ്ഹം അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അദ്ദേഹം മഹാനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല, അങ്ങനെ ആവാനുള്ള പരിശ്രമം ഉണ്ടാവുക, ആഗ്രഹം ഉണ്ടാവുക. ഈ റമദാനിലെങ്കിലും കഴിഞ്ഞ റമദാനിനേക്കാൾ കൂടുതൽ നന്നാവണം എന്നുള്ള ആഗ്രഹമാണ് റമദാനിന്റെ ഒരുക്കത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. ഏത് മനുഷ്യനും, നല്ലൊരു കച്ചവടക്കാരൻ വളർന്നു വലുതായി വരുന്നത് എന്താണ്? ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്. വളരണം, വലുതാവണം എന്ന ആഗ്രഹം ഉണ്ടായത്. അപ്പൊ റമദാനിൽ ഇതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം, സംതൃപ്തിയോടുകൂടി ഇതിനെ സ്വീകരിക്കുകയും വളരണം, വികസിക്കണമെന്ന അടിസ്ഥാനത്തിൽ നമ്മളതിനെ ഒരു മാറ്റത്തിന്റെ ടൈം ഫോർ എ ചേഞ്ച്, മാറാനുള്ളൊരു സമയമാണ് എന്ന ബോധത്തിൽ നമ്മൾ സ്വീകരിക്കും. റമദാൻ എത്തിയിട്ടും ഒരാൾ നന്നാവാതെ പോയാൽ, റമദാൻ എത്തിയിട്ടും പടച്ചോന്റെ കാരുണ്യത്തിന് അയാൾ വിധേയപ്പെടാതെ പോയാൽ, അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ ലിസ്റ്റിൽ അയാൾ ഉൾപ്പെടാതെ പോയാൽ അയാൾ വലിയ ഭാഗ്യം കെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റമദാനെ നമ്മൾ ആഗ്രഹത്തോടുകൂടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു നേടുക. വിശുദ്ധ റമദാനിൽ നമ്മൾ അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുക. റമദാൻ ഏറ്റവും ഉത്തമമായ രീതിയിൽ നമ്മുടെ ആയുസ്സിൽ ഏറ്റവും നല്ല റമദാനായി ഈ റമദാനിനെ സ്വീകരിക്കാൻ പടച്ച തമ്പുരാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്.